multiplicity of indirect taxes are replaced by a single tax, which is called GST. Third one, to widen tax base and increase government revenue. ഇതെങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു ടാക്സ് റിട്ടേൺ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നോ? ഈ ടാക്സ് റിട്ടേൺ കിട്ടണമെങ്കിൽ എന്തായിരിക്കും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓരോ കടക്കാരും GST രജിസ്റ്റർ ചെയ്യണം. ശരിയല്ലേ? ഇപ്പോ നമ്മുടെ ബേക്കറി ബി കാരൻ GST രജിസ്റ്റർ ചെയ്ത എന്താ ഗുണം? അവൻ വിൽക്കുന്ന ബ്രെഡിന്റെ പൈസ കുറയും. ശരിയാണോ? വേറൊരു ബേക്കറിക്കാരനുണ്ട്, അവൻ GST രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിലോ അവന് ടാക്സ് റിട്ടേൺ കിട്ടില്ല. അപ്പൊ അവൻ വിൽക്കുന്ന ബ്രെഡിന്റെ പൈസ എന്തായിരിക്കും? കൂടുതലായിരിക്കും. നിങ്ങൾ കൂടുതൽ പൈസ ഉള്ള ബ്രെഡ് ഉള്ളോടെയാണ് മേടിക്കുക, കുറവ് പൈസ ഉള്ളോടെയാണ് പോവാ? ഞാൻ തിയററ്റിക്കൽ സൈഡാണ് കേട്ടോ മക്കളെ പറയുന്നത്. കുറവ് പൈസ ഉള്ളോടെയാണ് നിങ്ങൾ പോവാ. അപ്പൊ GST രജിസ്റ്റർ ചെയ്ത ആളുടെ സെല്ലിങ് എന്തുണ്ടാവും? ഒബ്വിയസ്ലി കൂടും. സെല്ലിങ് കൂടാണെങ്കിൽ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കും, GST രജിസ്റ്റർ ചെയ്യാൻ ശ്രമിക്കും. കൂടുതൽ ആൾക്കാർ GST രജിസ്റ്റർ ചെയ്താൽ ഗവൺമെന്റിന് കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടും. കൂടുതൽ ടാക്സ് റവന്യൂ കിട്ടുന്നതിനെയാണ് എന്തെന്ന് എഴുതിയിട്ടുള്ളത്? വൈഡ് ആൻഡ് ടാക്സ് ബേസ്. ഓക്കെ അല്ലേ? എക്സാമിന് ഇത് മാത്രം എഴുതിയാൽ മതി. ഇതെന്താണെന്നാണ് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. എന്താ ഗുണം എന്ന് പറയുന്നത്? GST രജിസ്റ്റർ ചെയ്യുന്ന ആളാണെങ്കിൽ അവൻ ഫൈനലി വിൽക്കുന്ന പ്രൊഡക്റ്റിന്റെ പൈസ കുറയും. ഒബ്വിയസ്ലി നമ്മൾ കൺസ്യൂമർ കൂടുതൽ പൈസയുള്ള പ്രൊഡക്റ്റ് അല്ല, പൈസ കുറവുള്ള ഇടത്തിൽ നിന്ന് വാങ്ങാനോ നോക്കാം. ഓവർ ദി പീരിയഡ് ഇറ്റ്സ് എൻ എൻകറേജ്മെന്റ് ഫോർ other goods and service dealers to register in GST. Okay la. Next one, the transportation will add to this cost. ഇതെന്താണ് ഭാവിയിൽ നമുക്ക് കാണാം. നമ്മൾ GST e-way bill എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഈ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞില്ലേ? നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് എന്താ? ഇൻപുട്ട് കോസ്റ്റ് പ്ലസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ചെലവല്ലേ? അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എത്ര പൈസ എടുക്കുന്നു അതും കൂടി ചേർത്തിട്ടാണ് ഫൈനലി നമ്മൾ ആ പൈസ മേടിക്കേണ്ടി വരാം. കൈയോടെ എക്സ്പ്ലെയിൻ ചെയ്യാം. GST വന്നപ്പോ അവരൊരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ പേരാണ് GST e-way bill. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ ഒരു സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തു. സർവീസ് വീട്, ഗുഡ്സിൽ ഫോക്കസ് ചെയ്യാം. ഒരു ഗുഡ്സ് ഒരു 10 കിലോമീറ്റർ റേഞ്ചിന് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അവർ എന്ത് കയ്യിൽ കീപ്പ് ചെയ്യണം? GST-യുമായിട്ടുള്ള ഒരു ബില്ല് കീപ്പ് ചെയ്യണം. എന്ത് കീപ്പ് ചെയ്യണം കയ്യില്? GST ബില്ല് കീപ്പ് ചെയ്യണം. എന്താണ്? 10 കിലോമീറ്ററിന് പുറത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. പണ്ട് കാലത്താണെങ്കിൽ നമ്മൾ കാണാം, ഓരോ സ്റ്റേറ്റിന്റെയും വാളയാറ് പോലെയുള്ള ബൗണ്ടറീസിലൊക്കെ വലിയ വലിയ ലോറികളുടെ ഒക്കെ നിരകൾ ഉള്ളത് അല്ലെ? അവരവിടെ ആക്ച്വലി എന്താണ് ചെക്ക് ചെയ്യുന്നത്? ഈ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിന് പെർമിറ്റ് ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ, ഈ കഥകളൊക്കെയാണ് അവർ ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാം എന്തായിരുന്നു? ബൈ പേപ്പർ ആയിരുന്നു. വളരെ ബുദ്ധിമുട്ടാണ് ചെക്കിങ്ങിലും കാര്യങ്ങളും. GST വന്നപ്പോ അവരെന്ത് വന്നു? ഈ ബില്ല് അല്ലെങ്കിൽ ഈ ഡോക്യുമെന്റ് ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് വരാൻ തുടങ്ങി. ഇലക്ട്രോണിക് ഫോർമാറ്റ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൺസിഡർ ചെയ്യും, ടോൾ ബൂത്തില് നമ്മുടെ RFID വരുന്നതിന് മുന്നേ എന്തായിരുന്നു അവസ്ഥ? RFID എന്താ മക്കളെ? വാഹനത്തിന് മുന്നിൽ ഒരു സാധനം ഒട്ടിച്ചു വെച്ചിട്ടില്ലേ നമ്മള്? എന്താ അതിന്റെ പേര്? ഫാസ്ടാഗ് അല്ല, അതിന്റെ ടെക്നോളജിയാണ് RFID. ഫാസ്ടാഗിന് മുന്നേ എന്തായിരുന്നു പ്രശ്നം എന്ന് പറയുന്നത്? ഓരോ വണ്ടി നിർത്തണം, അവരെന്ത് ബില്ല് ചെയ്യണം? നിങ്ങളുടെ ടോൾ എത്രയാണ് അത് ബില്ല് ചെയ്യണം, നിങ്ങൾ പൈസ അടയ്ക്കണം, എന്നിട്ട് അവർ ഓപ്പൺ ചെയ്യണം. ടൈം എടുക്കില്ലേ? ഓരോ വണ്ടികൾ മൂവ് ചെയ്യുമ്പോൾ. ഫാസ്ടാഗ് വരുമ്പോഴോ നേരിട്ട് സ്കാൻ ചെയ്ത്, ശരിക്കും നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കാൻ ചെയ്ത് പോകണമെന്നാണ് തിയറി. പക്ഷെ അവര് ഏതെങ്കിലും വണ്ടി മിസ്സാവാതിരിക്കാനാണ് അടച്ചു തുറന്നു. അൾട്ടിമേറ്റ്ലി ഫാസ്ടാഗ് വന്നപ്പോ എന്താ സംഭവിച്ചേ? വാഹനങ്ങളുടെ മൂവ്മെന്റ് ഇൻക്രീസ് ചെയ്തു. നമ്മൾ ടോളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറഞ്ഞു. ടോളിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറയാന്ന് പറഞ്ഞാൽ എന്താ? വെയിറ്റിംഗ് ടൈം കുറഞ്ഞു, വാഹനങ്ങളുടെ ഫ്യൂവല് ബേൺ ചെയ്യുന്ന ക്വാണ്ടിറ്റി കുറഞ്ഞു. അതേ ആശയം തന്നെയാണ് GSTയുടെ e-way ബില്ലും. e-way ബില്ല് വന്നു കഴിഞ്ഞാൽ അത് സിംപ്ലി എന്ത് ചെയ്യാം? സ്കാൻ ചെയ്ത് കടത്തിവിടാം. സ്കാൻ ചെയ്ത് കടത്തിവിടുമ്പോ എന്താ ഗുണം? പെട്ടെന്ന് ചരക്കുകൾ മൂവ് ചെയ്യും. നമ്മൾ അതിന് പറയാ വെയിറ്റിംഗ് ടൈം അവിടെ ലാഭിക്കാൻ പറ്റും, ഫ്യൂവൽ ചാർജും ലാഭിക്കാൻ പറ്റും. ആ കാശൊക്കെ നമ്മുടെ ഇന്ത്യയിൽ കുറയും, ഫൈനൽ പ്രൊഡക്റ്റിൽ കുറയും. സോ എഗെയിൻ നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്തായിരിക്കും? ചീപ്പർ ആവും. അനദർ അഡ്വാൻറ്റേജ് ഓഫ് GST. മനസ്സിലായില്ലേ? e-way ബില്ല് സിമിലർ ടു എന്തെന്ന് ആലോചിക്കുക? ഫാസ്ടാഗ് ഓഫ് കാർ അല്ലെങ്കിൽ ഹയർ വെഹിക്കിൾസ് എന്ന് ആലോചിക്കുക കേട്ടോ. ഇത് പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ മക്കളെ.
ടാക്സ് ഫയൽ ചെയ്യണത് ഈസിയർ ആണെങ്കിൽ ബിസിനസ് ചെയ്യുന്നതും ഈസിയർ ആയിരിക്കും. ഇപ്പൊ GST എന്ന് പറയുന്നത് ഇന്ത്യയുടെ നോക്കിയേ ഒരു ടൈപ്പ് ഓഫ് റിഫോമിന്റെ ഭാഗമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഇൻഡിസസ് ആയിരുന്നു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇൻഡെക്സ്. ഇപ്പൊ അതില്ലാടാ. ഇറ്റ് വാസ് പാർട്ട് ഓഫ് ഇന്ത്യസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. ഇനി വാട്ട് ഈസ് GST? GST is a vision of government which indicated by a statement or anthem which is called one nation, one indirect tax. One nation, one indirect tax. Why this statement? എന്താണ് ഇതിന്റെ മീനിങ്? നമ്മൾ നേരത്തെ GSTയില് ഡിസോൾവ് ആയി പോയിട്ടുള്ള ടാക്സുകളുടെ ഒരു ഡയഗ്രം ഞാൻ അവിടെ കാണിച്ചു തന്നില്ലേ? അതിൽ സെന്റർ ടാക്സുകൾ ഉണ്ടായിരുന്നു, അതില് സ്റ്റേറ്റ് ടാക്സുകൾ ഉണ്ടായിരുന്നു. സെന്റർ ടാക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെന്ററേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? സ്റ്റേറ്റുകളോ 28 സ്റ്റേറ്റ് ഉണ്ട്. ഓരോ സ്റ്റേറ്റിലും ആ സ്റ്റേറ്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സസ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഒബ്വിയസ്ലി ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ കേരളത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് മേടിച്ചാൽ ഓരോന്നിനും ഓരോ പ്രൈസസ് ആയിരിക്കും. എന്താ കാരണം? സെൻട്രൽ ടാക്സ് എല്ലാത്തിനും സെയിം ആയിരിക്കും, പക്ഷെ ഓരോ സ്റ്റേറ്റിലുള്ള അവരെ കറസ്പോണ്ടിങ് ടാക്സ് എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സോ അതെന്തായിരിക്കും? വൺ കൺട്രി ഡിഫറെന്റ് ടാക്സസ് ആയിരുന്നു. GSTയുടെ പ്രത്യേകത എന്താ? എല്ലാ സ്റ്റേറ്റും എത്ര ടാക്സ് ചെയ്യണം, ഓരോ സെന്ററും എത്ര ടാക്സ് ചെയ്യണം. അതിനെ നമ്മൾ എന്ത് ഭാവിയിൽ പറയും? സ്റ്റേറ്റ് GST, സെൻട്രൽ GST എന്നൊക്കെ പേര് പറയും. അതിനൊരു യൂണിഫോം അല്ലെങ്കിൽ ഫിക്സഡ് റേറ്റ്. സോ വേറെവർ യു ആർ ഗോയിങ് എ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് വിൽ ബി ചാർജ്ഡ് സെയിം പ്രൈസ് ഓൾ ഓവർ ദി indicated by one nation, one indirect tax അല്ലെങ്കിൽ ടാക്സ്. ഓക്കെ അല്ലേ? Or a kind of indirect tax, we have to bring a change in our constitution. The constitution change or amendment which is brought about by 101st Constitutional Amendment Act. ഇതേപോലെയുള്ള കാര്യങ്ങൾ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 99th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പോളിറ്റിയിൽ 100th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്തിനെ കുറിച്ചാണ്? 101 എന്തിനെ കുറിച്ചാണ്? 102 എന്തിനെ കുറിച്ചാണ്? ഓർക്കുന്നുണ്ടോ? 99 എന്ന് പറയുന്നത് എൻജാക്ക് എന്ന് പറയുന്ന നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിരുന്നു. 100th ഐ തിങ്ക് എനിക്ക് ഓർമ്മയില്ല കൃത്യമായിട്ട്, ബംഗ്ലാദേശുമായി ഒരു നമുക്ക് ലാൻഡ് ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. ആ ടെറിട്ടോറിയൽ അഡ്ജസ്റ്റ്മെന്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണെന്ന് ഓർക്കുന്നുണ്ട്. 101 GST, 101 നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്, 103 EWS, 104 ഇപ്പൊ എന്തോ വേറെ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ട്. അത് ചോദിക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ GSTയുടെ ഈ 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് നമ്മുടെ ഇവിടെ KAS എന്ന് പറയുന്ന ഒരു പരീക്ഷ ഉണ്ടായിരുന്നില്ലേ? ഒരു വർഷം നടത്തിയിട്ടുള്ളൂ, അതിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രിലിമിനറിക്ക്. ഓർത്തിരിക്കണം, GST എന്ന് പറയുന്നത് ഏത് അമെൻമെന്റ് ആണ്? 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. കാരണം അവിടെ സെന്ററിന്റെ ടാക്സേഷനും സ്റ്റേറ്റിന്റെ ടാക്സേഷനും അതിൽ ഇൻക്ലൂഡഡ് ആണ്. സെന്ററിന്റെയും സ്റ്റേറ്റിന്റെയും ടാക്സേഷനിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രിൻസിപ്പിളിനെ ബാധിക്കുന്ന ചേഞ്ച് ആണ്? ഫെഡറൽ. ഫെഡറൽ. വാട്ട് ഈസ് ഫെഡറൽ? സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സ്ട്രക്ചറിനെ ബാധിക്കുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഫെഡറൽ ചേഞ്ചസ് എന്ന് പറയാ. ഫെഡറൽ ചേഞ്ചസ് ആണെങ്കിൽ അതിനെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിലൂടെ മാത്രമേ മാറ്റാൻ പാടുള്ളൂ. പോളിറ്റി പാർട്ടാണ്, എക്കണോമി അല്ലാടാ. ഓക്കെ അല്ലേ? ഇനി GST എന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിളാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? ആർട്ടിക്കിൾ 279. ആർട്ടിക്കിൾ 279 ഒരു അഡീഷൻ കൊണ്ടുവന്നു, വിച്ച് ഈസ് ആർട്ടിക്കിൾ 279A. This 279A describe a particular council called GST Council. ഈ GST കൗൺസിൽ ആണ് GST എന്ന് പറയുന്ന ടാക്സ് ആക്ഷനെ കുറിച്ചുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ഡിസിഷൻസ് എടുക്കുന്നത്. ഇപ്പൊ എന്തൊക്കെയാണ് GST കൗൺസിലിന്റെ ഫീച്ചേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദി മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ ഓർ GST കൗൺസിൽ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. വൈ? GST is affected by the federal principle അല്ലെ? GST എന്ന് പറയുന്ന സെന്ററിന്റെയും സ്റ്റേറ്റ്സിന്റെയും ടാക്സേഷൻ പവർ ഉള്ള, അപ്പൊ ഫെഡറൽ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ടാണ് അതിനെ ആരെ അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 279A ആണ്. ആരെല്ലാമാണ്
GST കൗൺസിലിലെ മെമ്പേഴ്സ് ഓഫ് GST കൗൺസിൽ യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പ്ലസ് ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റർ ഓർ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് ടാക്സേഷൻ. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ പ്ലസ് ഓരോ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ടാക്സേഷൻ. ഏതെങ്കിലും ഒന്ന് കേട്ടോ. മോസ്റ്റ്ലി ടാക്സേഷൻ ഡീൽ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ ആരെന്നെയായിരിക്കും? ഫിനാൻസ് മിനിസ്റ്റർ തന്നെയായിരിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് GST കൗൺസിൽ ചെയർ ചെയ്യുന്നത് എന്ന് പറയുന്നത് ആരാണ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആയിരിക്കും. എന്തെല്ലാം കാര്യങ്ങളിലാണ് GST കൗൺസിൽ ഡിസിഷൻ എടുക്കുക? ഫസ്റ്റ് വൺ, ഇൻട്രൊഡ്യൂസിങ് മോഡൽ GST ലോസ്. വാട്ട് ആർ ദി ടാക്സസ് ടു ബി? വാട്ട് ആർ ദി GST സ്ലാബ് എന്ന വാക്ക് അടുത്ത സ്ലൈഡിൽ കാണാം. വാട്ട് ആർ ദി ടാക്സസ്, സർചാർജസ് and cess to be levied by the center and state, and what are the exceptions to be provided? What is the difference between surcharge and cess? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തിരുന്നു. രണ്ട് തമ്മിലുള്ള കോമൺ ഫീച്ചർ എന്താ? സെസ് ആണെങ്കിലും സർചാർജ് ആണെങ്കിലും സെന്ററിന് മാത്രമാണ് സർചാർജ് ഒക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നത് അല്ലെ. ഇപ്പൊ സെന്റർ സർചാർജ് സെസ്സോ ഇമ്പോസ് ചെയ്യുകയാണെങ്കിൽ ആ പൈസ ആരുമായി ഷെയർ ചെയ്യണ്ട? സ്റ്റേറ്റ് ഗവൺമെന്റ്സുമായി ഷെയർ ചെയ്യേണ്ട. കോമൺ ഫീച്ചർ. ഡിഫറൻസ് എന്താ സർചാർജും സെസ്സും? സർചാർജ് ആണെങ്കിൽ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഏത് പർപ്പസിന് വേണമെങ്കിലും ചെലവാക്കാം. സെസ് ആണെങ്കിലോ ഏത് പർപ്പസിനാണോ സെസ് ഇമ്പോസ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ ഫംഗ്ഷന് മാത്രമാണ് സെസ് നമുക്ക് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇഫ് ദർ ഈസ് എൻ എഡ്യൂക്കേഷൻ സെസ്, ആ പൈസ എന്തിനു മാത്രം ഉപയോഗിക്കാൻ പറ്റുള്ളൂ? എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും എക്സ്പെൻഡിച്ചറിന്. ഹെൽത്ത് സെസ് ആണെങ്കിലോ ഹെൽത്തുമായി ബന്ധപ്പെട്ട എക്സ്പെൻഡിച്ചറിന് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ് ഡിഫറൻസ്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്തേ. GST എന്ന് പറയുന്നത് വൺ നേഷൻ വൺ ടാക്സേഷൻ. ഓക്കെ അല്ലേ? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണ്? 101 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്. എന്തുകൊണ്ടാ കോൺസ്റ്റിറ്റ്യൂഷണൽ മാറ്റം വരുത്താനുള്ള കാരണം? GST subsume both center taxes and state taxes, so it will affect federal principle. That is why we are introduced constitutional amendment. Okay ആണല്ലോ? ഇനി GST ലോ പാസ്സാക്കിയ സമയത്ത് അല്ലെങ്കിൽ അമെൻമെന്റ് കൊണ്ടുവന്ന സമയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യാൻ പറഞ്ഞു. എന്താ അതിന്റെ പേര്? GST കൗൺസിൽ. GST കൗൺസിലിനെ ആരാണ് അപ്പോയിന്റ് ചെയ്യുന്നത്? പ്രസിഡന്റ് ആണ്. ഏത് ആർട്ടിക്കിൾ ആണ്? 279A ആണ്. ആരെല്ലാമാണ് മെമ്പേഴ്സ്? യൂണിയൻ ഫിനാൻസ് മിനിസ്റ്റർ ആക്ട് ആസ് എ ചെയർമാൻ ആൻഡ് സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് ഇൻ ചാർജ് ഓഫ് ഫിനാൻസ് ഓർ ടാക്സേഷൻ. ഓക്കെ. ഇനി അവരുടെ പവേഴ്സ് എന്തൊക്കെയാണ്? GSTയുമായി ബന്ധപ്പെട്ടുള്ള ലോസ് ഫോർമുലേറ്റ് ചെയ്യുക, ടാക്സ്, സർചാർജ്, സെസ്. ഇനി ഏതെല്ലാം പ്രൊഡക്റ്റിനാണ് GSTയിൽ നിന്ന് ഒഴിവാക്കി നിർത്തുക? എക്സാമ്പിൾ, പെട്രോളിയം പ്രൊഡക്ട്സ് ആർ ഔട്ട് ഓഫ് ദി പെർവ്യൂ ഓഫ് GST. പ്രോപ്പർട്ടി ടാക്സ് ആർ ഔട്ട് ഓഫ് ദി പെർവ്യൂ ഓഫ് GST. പ്രോപ്പർട്ടി ടാക്സ് എന്നല്ല, എക്സാക്ട്ലി രജിസ്ട്രേഷൻ ടാക്സ് കേട്ടോ. നമ്മുടെ ഈ സ്റ്റാമ്പ് ഡ്യൂട്ടി ഇല്ലേ, ആ സ്റ്റാമ്പ് ഡ്യൂട്ടി GSTക്ക് പുറമേ ഉള്ളതാണ്. പിന്നെ അതേപോലെ ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽസ്, പ്ലെയിൻസ് ഒക്കെ റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്യൂവല്, ഡീസല്, ഇതെല്ലാം എന്തിനു പുറമേ ഉള്ളതാണ്? GST ഇല്ലാത്ത പ്രൊഡക്ട്സുകളാണ് കേട്ടോ. ദാറ്റ് ഈസ് എക്സെപ്ഷൻ. ഏതെല്ലാം പ്രൊഡക്റ്റിനാണ് എക്സെപ്ഷൻ? ഇനി GSTയിൽ എങ്ങനെയാണ് അവർ തീരുമാനം എടുക്കുന്നത്? GSTയുടെ ഒരു മീറ്റിംഗ് കൺവേ ചെയ്യണമെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 50% ആണ്. 50% എന്ന് പറഞ്ഞാൽ സെന്ററിന്റെ റെപ്രസെന്റേറ്റീവ്സും സ്റ്റേറ്റിന്റെ റെപ്രസെന്റേറ്റീവ്സും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ നമ്പറിന്റെ പകുതിയെങ്കിലും വേണം. ഇനി ഓരോ ഫാക്ടേഴ്സിന്റെയും വെയിറ്റിന്റെ പ്രിഫറേജ് നമുക്ക് നോക്കാം. സെന്റർ ഗവൺമെന്റിന് മൊത്തത്തിലുള്ള വോട്ടിംഗ് ഷെയർ എന്ന് പറയുന്നത് 1/3 അല്ലെങ്കിൽ 33%. ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞു തരും. GST Council is an example of cooperative federalism in financial sphere. ഇതൊക്കെ മെയിൻസ് ആൻസറിൽ ഉപയോഗിക്കുന്ന പോയിന്റ്സ് ആണ് കേട്ടോ. എന്തുകൊണ്ടാന്ന് ഞാൻ ഇത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. GST Council is an example of cooperative federalism in financial sphere. എങ്ങനെയാണ് അത് ആക്ട് ചെയ്യുന്നതെന്ന് പറയാം.
ടോട്ടൽ വോട്ടിംഗ് 100% അതില് 33% അല്ലെങ്കിൽ 1/3 വോട്ടിംഗ് ആരുടെ പവറാണ്? സെന്ററിന്റെ ആണ്. എല്ലാ സ്റ്റേറ്റിനും കൂടി എത്ര വോട്ടിംഗ് പെർസെന്റേജ് ആണുള്ളത്? 2/3. റൗണ്ട് ഓഫ് ചെയ്തോ. 66.2/3 എന്ന് പറയുന്നത് എത്രയാണ്? 67%. ഓക്കെ അല്ലേ? ഇനി GST കൗൺസില് ഒരു ഡിസിഷൻ പാസ്സാവണമെങ്കിൽ വേണ്ട വോട്ടിംഗ് എന്ന് പറയുന്നത് എത്രയാ? 75. ഇനി പറയും, സെന്ററിന് ഒറ്റയ്ക്ക് 75% ഉണ്ടോ? ഇല്ല. സ്റ്റേറ്റിന് ഒറ്റയ്ക്ക് 75% ഉണ്ടോ? ഇല്ല. ഇപ്പൊ GST കൗൺസിലിൽ ഒരു ഡിസിഷൻ പാസ്സാവണമെങ്കിൽ സെന്റർ ഒറ്റയ്ക്ക് ഒരു ഡിസിഷൻ പാസ്സാക്കാൻ പറ്റില്ല. എല്ലാ സ്റ്റേറ്റുകളും ഒരുമിച്ചും ഡിസിഷൻ പാസ്സാക്കാൻ പറ്റില്ല. 75 കിട്ടണമെങ്കിൽ എന്ത് വേണം മക്കളെ? സെന്ററും സ്റ്റേറ്റ് നിർബന്ധമായും സെന്ററിന് അത് അക്സെപ്റ്റബിൾ ആവണം. അതിനോടൊപ്പം കുറച്ച് സ്റ്റേറ്റുകളും ഒപ്പം നിൽക്കണം അല്ലെ? ഇപ്പൊ സെന്ററും സ്റ്റേറ്റുകളും ഒരുമിച്ച് മാത്രമാണ് GST കൗൺസിലിൽ ഒരു നിയമം പാസ്സാക്കാൻ പറ്റുള്ളൂ. സെന്ററും സ്റ്റേറ്റും ഒരുമിച്ച് വിളിക്കുന്ന ഫിലോസഫീനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോപ്പറേറ്റീവ് ഫെഡറലിസം. ഡെവലപ്മെന്റിന് വേണ്ടി സെന്ററും സ്റ്റേറ്റും ഒരേപോലെ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്തരം ഫെഡറലിസത്തിന് വിളിക്കുന്ന പേരാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം. ഇവിടെ ഏത് ഫീൽഡിലാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം എൻഷുർ ചെയ്യുന്നത്? GST എന്ന് പറയുന്നത് എന്താ? ടാക്സ് അല്ലെങ്കിൽ ഫൈനാൻസുമായി ബന്ധപ്പെട്ട ഒരു റിഫോം അല്ലേ? സോ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് കോപ്പറേറ്റീവ് ഫെഡറലിസം ഇൻ ഫൈനാൻഷ്യൽ സ്പിയർ. ഓക്കെ ആണോ? പ്രശ്നമില്ലല്ലോ. ഒന്ന് റിപ്പീറ്റ് ചെയ്തേ. ഒരു GST മീറ്റിംഗ് നടക്കണമെങ്കിൽ അതിൽ എത്ര ശതമാനം ആളുകൾ വേണം? ടോട്ടൽ സ്ട്രെങ്ത്തിന്റെ 50% ആളുകൾ വേണം അല്ലെ? ഒരു പാർലമെന്റ് മീറ്റിംഗ് നടക്കണമെങ്കിലും അവിടെ എന്താണ് കോറം? 10% കോറം വേണം. അതേ ഐഡിയ കേട്ടോ. സെന്ററിന് 33% വോട്ടിംഗ്, സ്റ്റേറ്റിന് 67% വോട്ടിംഗ്. ഒരു ഡിസിഷൻ പാസ്സാവണമെങ്കിൽ 75% വോട്ട് വേണം. ഇനി GSTസിനെ പലതരത്തിലുള്ള GST ആയിട്ടാണ്. ജനറലി GST is classified into dual GST പ്ലസ് ഇന്റഗ്രേറ്റഡ് GST. ഡ്യുവൽ GST എന്ന് പറയുമ്പോൾ സെൻട്രൽ GST ആൻഡ് സ്റ്റേറ്റ് GST. എപ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യുക? ഓരോ GSTയും ഇമ്പോസ് ചെയ്യുന്നത് ഓരോ കണ്ടീഷനിലാണ്. നോക്കിയേ, ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് സെല് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ മാത്രമാണെന്ന് വിചാരിക്കും. അതിന് ഞാൻ ഉപയോഗിക്കുന്ന വാക്കാണ് എന്ത്? ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. ഒരു ഗുഡ്സോ സർവീസോ പ്രൊഡ്യൂസ് ചെയ്തത് ഒരു സ്റ്റേറ്റിന്റെ ഉള്ളിൽ, കേരളത്തിലാണ് ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ സർവീസ് പ്രൊഡ്യൂസ് ചെയ്ത് അത് കേരളത്തിന്റെ ഉള്ളിൽ മാത്രമാണ് സെല് ചെയ്യുന്നതെങ്കിൽ അതിൽ ഇമ്പോസ് ചെയ്യുന്ന രണ്ട് ടാക്സുകളാണ് CGST സെൻട്രൽ GSTയും SGST സ്റ്റേറ്റ് GSTയും. എക്സാമ്പിൾ, റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് അതിൽ കാണാം CGST 2.5%, SGST 2.5%. ടോട്ടൽ എത്രയാ? ഫുഡ് പ്രൊഡക്ട്സ് 5% GST. ഓക്കെ അല്ലേ? ഇനി ഈ IGST എന്ന് പറയുന്ന കൺസെപ്റ്റ്, അതിന്റെ എന്താണ് പേര്? ഇന്റഗ്രേറ്റഡ് GST. രണ്ട് കണ്ടീഷനിലാണ്. രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ ആ ട്രാൻസാക്ഷൻ നടക്കുന്നതെന്ന് വിചാരിക്കും. കേരളത്തിലൊന്നും പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് എങ്ങനെ എക്സാമ്പിൾ പറയാം? തമിഴ്നാട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് കേരളത്തിൽ കൊണ്ടുവന്ന് സെല് ചെയ്യാന്ന് വിചാരിക്കും. എന്ന് വെച്ചാൽ അതിന് നമുക്ക് എന്തെന്ന് പേര് എഴുതാം? ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സെല് ചെയ്യുന്നതെങ്കിൽ അവിടെ ഏത് തരം ടാക്സ് ആണ്? IGST. നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പണ്ട് ഏത് ഡ്യൂട്ടി ആയിരുന്നു? കസ്റ്റംസ് ഡ്യൂട്ടി അല്ലെ? ആ കസ്റ്റംസ് ഡ്യൂട്ടി ആരിൽ കയറിപ്പോയി എന്ന് ഇപ്പൊ പഠിച്ചു? GSTയിൽ കയറിപ്പോയി അല്ലെ? അപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിലും എന്ത് വരും? IGST വരും. നേരത്തെ ഞാൻ വേറെ രണ്ട് ടാക്സ് പഠിപ്പിച്ചിരുന്നു, കസ്റ്റംസ് ഡ്യൂട്ടിയും എക്സൈസ് ഡ്യൂട്ടിയും. ഓർക്കുന്നുണ്ടാവും. പറയൂ ഡിഫറൻസ്. എക്സൈസ് ഡ്യൂട്ടി എന്താ? ഇന്ത്യക്കുള്ളില് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അത് സെല് ചെയ്യുന്നതിനുള്ള ടാക്സ് എക്സൈസ് ഡ്യൂട്ടി. ഇന്ത്യക്ക് പുറത്ത് നിന്ന് ഒരു പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്താൽ അതിലുള്ളത് കസ്റ്റംസ് ഡ്യൂട്ടി. ഈ രണ്ട് സാധനങ്ങളും ആരുടെ ഒപ്പം ചേർത്തു? GSTയോടൊപ്പം ചേർത്തു. അതുകൊണ്ടാണ് ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിനും അതേപോലെ തന്നെ രണ്ട് സ്റ്റേറ്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷനും ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനും നമ്മൾ IGST ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇനി GST അപ്ലൈ ചെയ്യുന്ന പല സ്ലാബുകൾ, ഏതൊക്കെ പെർസെന്റേജിലാണ് GST അപ്ലൈ ചെയ്യുന്നത്? ചില ആളുകൾ പറയും GST 4 സ്ലാബ് ടാക്സേഷൻ ആണ്. 4 സ്ലാബ് എന്ന് പറയുമ്പോൾ 5%, 12%, 18%,
28%. ചില ആളുകൾ പറയും ചില പ്രൊഡക്റ്റ് GST പുറത്ത് നിർത്തിയിട്ടുണ്ട്. ആ പുറത്ത് നിർത്തിയിട്ടുള്ളതിനെ എന്തെന്ന് കൺസിഡർ ചെയ്യും? 0% എന്ന് കൺസിഡർ ചെയ്യും. അപ്പൊ ഇത് എത്ര സ്ലാബ് ആയിട്ട് മാറി? 4+1 5 സ്ലാബ്. ഇപ്പൊ ചില ടെക്സ്റ്റിൽ നിങ്ങൾ GST 5 സ്ലാബ് ടാക്സേഷൻ എന്ന് കാണും, ചില ടെക്സ്റ്റിൽ നിങ്ങൾ എന്തെന്ന് കാണും? 4 സ്ലാബ്. ഇപ്പൊ 5 സ്ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? There are certain products which are not included under GST. GST ഇൻക്ലൂഡ് ചെയ്യാത്തതിന് 0% എന്ന് കണ്ട. അപ്പൊ നമ്മൾ UPSC ഒരു പ്രിലിമിനറി ചോദ്യത്തില് 4 സ്ലാബ് എന്ന് കണ്ടാല് 5 സ്ലാബ് എന്ന് വന്നാലും ടെക്നിക്കലി അത് ശരിയായിരിക്കും. ഞാനിത് പഠിപ്പിച്ച് ചോദ്യത്തിൽ 5 എന്ന് കാണുമ്പോ അത് തെറ്റിടാതിരിക്കാനാണ് കേട്ടോ ഇതും കൂടി ചേർത്ത് പറഞ്ഞു. 5 സ്ലാബ് എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂഡഡ് പ്രൊഡക്റ്റിന് 0% എന്ന് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ അല്ല? ഇനി വാട്ട് ആർ ദി പ്രൊഡക്റ്റ് വിച്ച് ആർ ഔട്ട്സൈഡ് GST? ആൽക്കഹോളിക് ലിക്വർ ഫോർ ഹ്യൂമൻ കൺസെപ്ഷൻ. ഹ്യൂമൻ കൺസെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് നമുക്ക് കുടിക്കാൻ വേണ്ടി മാത്രമല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസ്. കെമിസ്ട്രി പഠിച്ച കുട്ടികളല്ലേ നിങ്ങള്? എത്തനോള് കുടിക്കാൻ മാത്രമല്ലല്ലോ. എന്താണ്? ഇൻഡസ്ട്രിയൽ പർപ്പസിന് റിയേജൻസ് ആയിട്ട് നമ്മൾ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾസിന് എന്തുണ്ട്? GST ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി GST കൗൺസിൽ ഈസ് ടു ഡിസൈഡ് വെൻ ടു ഇമ്പോസ് ടാക്സസ് ഓൺ. ഒഴിവാക്കിയിട്ടുള്ള ചില ആൾക്കാർ പറഞ്ഞില്ല, ആരൊക്കെയാ? ക്രൂഡ് പെട്രോളിയം, ഹൈ സ്പീഡ് ഡീസൽ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവല്. ഇതിനൊക്കെ എന്നാണ് GST ഉൾപ്പെടുത്തേണ്ടതെന്നുള്ള ഡിസിഷൻ എടുക്കാരാ? GST കൗൺസിൽ. ഇനി GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? സെന്ററിന്റെ ടാക്സ് മാത്രമല്ല സ്റ്റേറ്റിന്റെ ടാക്സ് ഉണ്ടായിരുന്നു അല്ലെ? അപ്പൊ ഒബ്വിയസ്ലി സ്റ്റേറ്റിന്റെ കുറെ ടാക്സ് പവറും നഷ്ടപ്പെട്ടു, ടാക്സിലൂടെ സ്റ്റേറ്റിന് കിട്ടുന്ന കുറെ പൈസയും നഷ്ടപ്പെട്ടു അല്ലെ? അപ്പൊ എന്തുണ്ടായി? GST പ്രൊപ്പോസ് ചെയ്തപ്പോ ഒരു ആശയം മുന്നോട്ട് വെച്ചു. നിങ്ങൾ സ്റ്റേറ്റുകൾക്ക് ഓരോ വർഷവും GST ഇല്ലെങ്കിൽ ടാക്സ് റവന്യൂ കിട്ടുന്ന ഞങ്ങൾക്ക് അറിയാം, സെന്ററിന് അറിയാം. 5 വർഷത്തേക്ക് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് തരും? നിങ്ങൾക്ക് ടാക്സേഷനിൽ എത്രയാണോ കുറവ് അത് ഞങ്ങൾ ഒരു കോമ്പൻസേഷൻ ആയിട്ട് തരും. അത് ഏതുവരെ ഉണ്ടായിരുന്നു? GST ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 2017. ഇറ്റ് വാസ് വാലിഡ് ഫോർ 5 years. 20 to 23 വരെ GST കോമ്പൻസേഷൻ ഉണ്ടായിരുന്നു. ഓരോ വർഷവും സ്റ്റേറ്റിന് GST വരുമാനത്തിൽ കുറവ് സംഭവിച്ചാൽ സെന്റർ അത് എന്ത് ചെയ്യും? അവർക്ക് അഡീഷണൽ ഫണ്ട് കൊടുക്കുമായിരുന്നു. ഇതിപ്പോ വാലിഡ് അല്ല. ഓക്കെ അല്ലേ? GNC കോമ്പൻസേഷൻ ഇസ് വിഡ്രോൺ. അപ്പൊ ഇങ്ങനെ ഒരു ആശയം ഉണ്ടായിരുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഇങ്ങനെ ഒരു ആശയം വെച്ചിരുന്നില്ലെങ്കിൽ എന്താ പ്രശ്നം? ഇങ്ങനെ ഒരു ആശയം വെച്ചിരുന്നില്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് തയ്യാറാവോ GST കൊണ്ടുവരാൻ? ഇല്ല. ഫെഡറൽ പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ട ഒരു കാര്യ. ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് എങ്കിലും റാറ്റിഫൈ ചെയ്താൽ മാത്രമാണ് പോളിറ്റിയിൽ 3 തരം അമെൻമെന്റ് ആണുള്ളത്. ഒരു സാധാരണ നിയമം പാസ്സാവുന്ന പോലെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ അമെൻമെന്റ് ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്? സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാവുന്നതുണ്ട്. സ്പെഷ്യൽ മെജോറിറ്റി പ്ലസ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് റാറ്റിഫിക്കേഷൻ ഉണ്ട്. ഇപ്പൊ മോസ്റ്റ്ലി സ്റ്റേറ്റിന്റെ കൺകറൻസ് ഉണ്ടെങ്കിൽ GST കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആ സ്റ്റേറ്റിനെ ഓക്കെ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഒരു ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇറ്റ് ഈസ് വിഡ്രോൺ ആഫ്റ്റർ 5 years. ഓക്കെ, 5 വർഷം കഴിഞ്ഞപ്പോ അത് വിഡ്രോ ചെയ്തു കേട്ടാ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതൊന്നും ഇപ്പൊ നമുക്ക് എന്തില്ല? പഠിക്കാനില്ല. ഇതെല്ലാത്തിനും പകരമാണ് ആര് വന്ന്? GST വന്ന്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആവാൻ ഡയഗ്രാം ഇൻക്ലൂഡ് ചെയ്തു എന്നുള്ളൂ കേട്ടോ. Now our mains question, GST based mains question. Why GST is required? What are the disadvantages of GST? There are too many groups using too many goods. Hence, based on the goods used by these groups, different tax rates are needed. നമ്മുടെ GST എടുത്തപ്പോ നിങ്ങൾ അതിൽ കണ്ടിരുന്നു 5 സ്ലാബ് വിട്, 0% ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതൊക്കെ സ്ലാബ്സ്? 5%. നമ്മൾ ആക്ച്വലി GST കൊണ്ടുവന്നത് എന്താ? 1 country 1 tax. ഇതെന്താണ്? ഈ പോയിന്റ് മനസ്സിലാവണമെങ്കിൽ വേൾഡ് എക്സാമ്പിൾസ് കാണിച്ചു തരാം. എവിടെ ഇത്? അതെ, ഇത് നോക്കിയേ. മറ്റു രാജ്യങ്ങളിൽ GST ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴുള്ള കേസാ. ഇന്ത്യയിലാണെങ്കിൽ നോക്കിയേ ഏതൊക്കെ സ്ലാബുകൾ ഉണ്ട്? 0, 5%, 12%, 18%, 28%. UK ആണെങ്കിൽ GST എന്ന് പറയുന്നത് ഒരു സിംഗിൾ സ്ലാബാണ്. ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും 20%. ന്യൂസിലൻഡ് ആണെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും 15%. തായ്ലൻഡ് 7, ഓസ്ട്രേലിയ 10, സിംഗപ്പൂർ 7, ജർമ്മനി 9. ഇങ്ങനെ ഒരു രീതിയാണെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്?
ഏത് പ്രൊഡക്റ്റ് വിൽക്കുമ്പോഴും വാങ്ങുമ്പോഴും ഒരു സിംഗിൾ ടാക്സ് സ്ലാബ് ആണെങ്കിൽ എന്താ അഡ്വാൻറ്റേജ്? നിങ്ങൾ കൺസ്യൂമേഴ്സിന് പണി എളുപ്പ. എന്താ എളുപ്പം എന്ന് പറയുന്നത്? എന്ത് മേടിക്കുമ്പോഴും 20% വിചാരിക്കുക. അപ്പൊ നിങ്ങൾ ആ പ്രൊഡക്റ്റ് നോക്കുമ്പോൾ 20% ഓക്കെ ആണ്. മറിച്ച് ഇന്ത്യയിൽ ഇപ്പൊ നിലവിലെ പ്രശ്നം എന്താ? ഓരോന്നും ഏതെല്ലാം ടാക്സ് സ്ലാബിലുള്ളതെന്ന് നിങ്ങൾക്ക് അറിയോ? കടക്കാരൻ പറ്റിച്ചതിന് നിങ്ങൾക്ക് അപ്പൊ പെട്ടെന്ന് മനസ്സിലാവോ? നമ്മൾ നോക്കുമ്പോ എന്താ 5%ആണോ 12ആണോ 18ആണോ 28ആണോ ഇത് ഏത് കണ്ടാലും അറിയാം ഇതൊക്കെയാണ് ഇന്ത്യയിലെ ടാക്സ് സ്ലാബ് എന്ന് അറിയാം. ഓരോ പ്രൊഡക്റ്റും ഏതിലെ വരുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ മൾട്ടിപ്പിൾ ടാക്സ് സ്ലാബ് വന്നാലുള്ള പ്രശ്നം എന്താ? ടാക്സ് ഫയൽ ചെയ്യുന്ന കാര്യങ്ങൾ തൊട്ട് ആ ടാക്സ് അടയ്ക്കുന്നത് ഏതൊക്കെ പ്രൊഡക്റ്റിന് എന്തൊക്കെയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ഒരു പ്രശ്നം ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇന്നിട്ടും 4 സ്ലാബ് കൊണ്ടുവന്നു. എന്തായിരിക്കും കാരണം? ഈ രാജ്യങ്ങൾക്കൊക്കെ വേറൊരു പ്രത്യേകത ഉണ്ട്. കമ്പാരിറ്റീവ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രിയാ. ഇന്ത്യയിൽ നമ്മൾ ഒരു സിംഗിൾ സ്ലാബ് കൊണ്ടുവന്നാൽ എന്താ പ്രശ്നം? ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് റിഗ്രസീവ് ടാക്സേഷൻ എന്ന് പറഞ്ഞിട്ട്. എന്തായിരിക്കും പ്രശ്നം? ഓൾറെഡി ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് പ്രോഗ്രസീവ് ടാക്സ് ആണോ റിഗ്രസീവ് ടാക്സ് ആണോ? റിഗ്രസീവ്. എന്താ റിഗ്രസീവ് എന്ന് പറഞ്ഞാ? ഒരു സാധാരണക്കാരൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും ഒരു പണക്കാരൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചാലും രണ്ടുപേരും ഒരേ ടാക്സ് അല്ലെങ്കിൽ ഒരേ പൈസയാണ് അടയ്ക്കുന്നുണ്ടാവുക. അപ്പൊ എല്ലാ പ്രൊഡക്റ്റിനും ഒരു കോമൺ ടാക്സ് എന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കുന്ന ഉപ്പ്, റൈസ് തുടങ്ങി ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഐറ്റംസിന് വരെ 20% ടാക്സ് ചെയ്തതിന് എന്താ ഉണ്ടാവുക? പുവർ പീപ്പിൾ വിൽ സഫർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ടാക്സേഷൻ 5, 12, 18, 28 ഇട്ടയില് 5% നമ്മൾ എന്ത് ഇൻക്ലൂഡ് ചെയ്തു? ഏറ്റവും ബേസിക് ആയിട്ടുള്ള കൊമോഡിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തു. 28% എന്ത് ഇൻക്ലൂഡ് ചെയ്തു? ലക്ഷറി ടൈപ്പ് ഗുഡ്സ് ഇൻക്ലൂഡ് ചെയ്തു. അപ്പൊ എന്തുണ്ടായി? റിഗ്രസീവ് നേച്ചർ ഇത്തിരി കുറഞ്ഞു കിട്ടിയില്ലേ? ഓക്കെ ആണോ? വൈ ഡിഫറൻസ് സ്ലാബ്സ്? എന്തുകൊണ്ടാണ് നമ്മൾ സിംഗിൾ സ്ലാബ് കൊണ്ടുവരാതിരുന്നത്? എല്ലാ സിംഗിൾ സ്ലാബ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ സിംഗിൾ സ്ലാബ് ആണെങ്കിൽ എന്താ ഉണ്ടാവുക? എല്ലാം സിംഗിൾ സ്ലാബ് ആണെങ്കിൽ വെദർ ഇറ്റ് ഈസ് റിച്ച് ഓർ പുവർ എവരിബഡി ഹാസ് ടു പേ ദി സെയിം പ്രൈസ്. സോ ദ ടാക്സ് വുഡ് ബർഡൻ വുഡ് ബി ഹയർ ഓൺ ദി poor people and very little on the rich people. So it would be റിഗ്രസീവ് ഇൻ നേച്ചർ. ആ റിഗ്രസീവ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഒഴിവാക്കാനാണ് നമ്മൾ മൾട്ടിപ്പിൾ സ്ലാബ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒബ്വിയസ്ലി അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടല്ലോ. ജസ്റ്റ് വായിച്ചുകൂടെ എന്തൊക്കെയാ? അഡ്മിനിസ്ട്രേറ്റീവ് ഡിഫിക്കൽട്ടീസ്. ഒരു കടക്കാരൻ ഒരു സാധനം സെല്ല് ചെയ്യുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് എടുക്കുക. സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലിരിക്കുന്ന എല്ലാ സാധനത്തിനും ഒരേ GST ആവില്ല. പല പ്രൊഡക്റ്റിനും പല സാധനങ്ങളായിരിക്കും. കറക്റ്റ് അല്ലേ? അപ്പൊ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് GST ആയിരിക്കും. സോ ഇറ്റ് വുഡ് ഹാവ് administrative difficult and as well as it is goes against the central idea of one nation one direct tax, sorry, one indirect tax. Okay അല്ലേ? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ ഒരു സമ്മറി. കമ്പാരിസൺ ബിറ്റ്വീൻ ഓൾഡ് ടാക്സേഷൻ ആൻഡ് GST വായിക്കൂടാ.